അപ്പോൾ ലിഡിയ ജേക്കബ് കൂടി ചേരുന്നുണ്ട്. ലിഡിയ, ഈ ഇപ്പോഴും കാണാതായ ആൾക്കാർ അവരുടെ വേണ്ടപ്പെട്ടവരെ കാണുന്നില്ല എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിൽ വരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. ഇന്നലെയും അവിടുന്ന് ചില ശരീരഭാഗങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ട്. ഇന്നിപ്പോൾ അവിടെ തെരച്ചിൽ പുരോഗമിക്കുകയുമാണ്. കൃത്യമായി അങ്ങോട്ടേക്ക് വന്ന്, അതായത് ഈ മുണ്ടത്തേക്കോട് ഉണ്ടായിരുന്ന തിരികെ വീട്ടിലേക്ക് എത്താത്തവരുടെ കൃത്യമൊരു കണക്ക് ഇപ്പോഴും ഉണ്ടോ ലിഡിയ? ഹാഷ്മി, ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം, അതായത് കൺട്രോൾ റൂമിലും മറ്റ് മോർച്ചറിയിലടക്കം വന്ന തിരിച്ചറിയലിനടക്കം വന്ന ആളുകളുണ്ട്. അതായത് ഈ കാണാതായവരുടെ ബന്ധുക്കളാണ്. അവർ 4 പേരെ കാണാതായി എന്നാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 4 പേരുടെ കുടുംബാംഗങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ സുരേഷ് CA 50 വയസ്സാണ്, ചോരോത്ത് വീട് തെക്കുംകര സ്വദേശിയാണ്. സുരേഷിനെ കാണാതായി എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ വിവരം ലഭിച്ചിരുന്നു. മറ്റൊന്നുള്ളത് അഭിജിത്താണ്. അഭിജിത്ത് പുല്ലഴി സ്വദേശിയാണ്, തൃശ്ശൂർ പുല്ലഴി സ്വദേശിയാണ്. അഭിജിത്തിന്റെ അനിയൻ അഞ്ചലാണ്. അഭിജിത്തിനെ കാണാനില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരികയും മോർച്ചറിയിലേക്ക് വരികയും ഈ തിരിച്ചറിയൽ അടക്കം നടത്തി അതിലൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. അഭിജിത്ത് ഈ ഒരു ആഘോഷ കമ്മിറ്റിയിലൊക്കെ അംഗമായിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ അതിന്റെ ഭാഗമായി ഈ പടക്കം നിർമ്മിക്കുന്ന, അതായത് വെടിക്കെട്ട് നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് പോയതാണ്. അഭിജിത്തിനെയും കാണാനില്ല എന്ന് പറഞ്ഞ് അഭിജിത്തിന്റെ അനിയനും മറ്റു കുടുംബാംഗങ്ങളും എത്തിയിരുന്നു. ഇത്തരത്തിൽ DNA സാമ്പിളുകൾ അടക്കം കൊടുത്താണ് ഇന്നലെ അഭിജിത്തിന്റെ കുടുംബാംഗങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത്. അതുപോലെ തന്നെ മറ്റൊരാൾ വിഷ്ണുവാണ്, മനക്കോടി സ്വദേശിയാണ്, തൃശ്ശൂർ മനക്കോടി സ്വദേശിയാണ്, 35 വയസ്സാണ്. മറ്റൊരാളുള്ളത് ഗിരീഷാണ്, കോട്ടപ്പുറം സ്വദേശിയാണ്, തൃശ്ശൂർ കോട്ടപ്പുറം സ്വദേശിയായിട്ടുള്ള ഗിരീഷിനെ കൂടി കാണാതായിട്ടുണ്ട്. ഈ ഗിരീഷിന്റെ അമ്മയാണ് അല്പം മുമ്പ് മരണപ്പെട്ടു എന്നുള്ള വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അത്തരത്തിൽ 4 പേരെ കാണാനില്ല എന്നുള്ളതാണ് നിലവിൽ കുടുംബാംഗങ്ങൾ വന്ന് റിപ്പോർട്ട് ചെയ്തത്. അത് കൺട്രോൾ റൂമിൽ വിളിച്ച് പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ ഈ തിരിച്ചറിയലിനായി വന്ന ആളുകളുണ്ട്. കുടുംബാംഗങ്ങൾ വന്ന് ഈ മൃതദേഹങ്ങളും അതുപോലെ തന്നെ മൃതദേഹ ഭാഗങ്ങളും നോക്കുകയും അതിൽ ഇല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഒരു DNA ടെസ്റ്റിലൂടെ മാത്രമേ ഇത് നമുക്ക് കണ്ടുപിടിക്കാനായി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ മരിച്ചത് ആരൊക്കെയാണ് എന്നുള്ളത് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം വരണമെങ്കിൽ ഈ DNA പരിശോധന കൂടി, അതിന്റെ ഫലം കൂടി വരേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഈ എന്താണ് സംഭവിച്ചതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആരൊക്കെയാണ് മരിച്ചത് എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത വരികയുള്ളൂ. ഈ കുടുംബാംഗങ്ങളുടെ അടക്കം സാമ്പിളുകൾ ശേഖരിച്ച് അത് മാച്ച് ആവുന്നുണ്ടോ എന്നുകൂടി നോക്കും. ഓക്കെ, ലിഡിയ ജേക്കബാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. നേരത്തെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.